ഈ ഡി മണി എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ച നടക്കുക. അവസാനം ഡി മണിയെ അന്വേഷിച്ച് ഇവിടുന്ന് SIT നടന്നു, ആളിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇയാൾ എന്നിട്ട് അയാൾ പറഞ്ഞു, ചെന്ന് കണ്ടു. ഇവർ നേരെ അയാളെ അവിടെ ചെന്നു 2 മണിക്കൂറോളം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഡിണ്ടിഗലിലാണ് അയാൾ. അപ്പോൾ അവിടുന്ന് തമിഴ്നാട് പോലീസിൻ്റെ വലിയ സഹായമൊന്നും കിട്ടിയില്ല ഇവിടെ കേരള പോലീസിന്. പക്ഷേ ഇവർക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമല്ലോ. ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ മനസ്സിലായി അയാൾ മുഴുവൻ കള്ളത്തരമാണ് പറയുന്നതെന്ന്. അയാളുടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ ഈ ഡി മണി അല്ല, അയാളുടെ പേര് അയാൾ MS മണിയാണ്, നിങ്ങൾ അന്വേഷിച്ച് വന്ന ആൾ തെറ്റിപ്പോയി, ഞാനല്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ തന്നെ ഇയാളെ ചിത്രം പകർത്തിയിട്ട് നേരെ ഈ വിവരം കൊടുത്ത വ്യവസായി ഉണ്ടല്ലോ, പോലീസിന് മൊഴി കൊടുത്തേ വ്യവസായിക്ക് അയച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഇത് തന്നെയാണ് ആൾ, ഇയാൾ തന്നെയാണ് ആൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡി മണി എന്ന് പറയുന്ന ഈ മണി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. 6 വർഷം കൊണ്ടാണ് അയാൾ കോടീശ്വരനായിട്ട് മാറിയത്. അതിൻ്റെ പുറകിലുള്ള മായാജാലം എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. വിഗ്രഹ കച്ചവടവും അതുപോലെ തന്നെ ഈ വിഗ്രഹ കള്ളക്കടത്തും ആയിട്ടൊക്കെ നടക്കുന്നതായിട്ടാണ് ആരോപണം ഇയാൾക്കെതിരെ ഉള്ളത്. അതുമായിട്ടുള്ള ബന്ധമുള്ള ആളുകൾ, ഇയാളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ധാരാളം. ഇയാൾ ഉപയോഗിക്കുന്ന 3 ഫോണുകൾ അയാൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നും അയാളുടെ പേരിലല്ല. ആ നമ്പരൊക്കെ എടുത്തേക്കുന്നത് ഒന്ന് ഇയാളുടെ സുഹൃത്ത് ബാലമുരുകൻ തുടങ്ങി പല ആളുകളുടെ പേരിലുള്ളതാണ് ആ ഫോണുകൾ. അല്ലാതെ ഒന്നും ഇയാളുടെ പേരിലല്ല എടുത്തേക്കുന്നത്. പക്ഷേ അത് ഫോളോ ചെയ്താണ് പോലീസ് പോയി ഇയാളെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇയാൾ ആദ്യം ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഈ സിനിമാ തിയേറ്ററുകളിൽ പോപ്കോൺ കച്ചവടം ആയിരുന്നു കുറേ നാൾ. അന്ന് അയാളെ അറിയപ്പെടുന്ന പോപ്കോൺ മണി എന്നായിരുന്നു ഇയാളെ. എല്ലാം മണിയാണ് ചേർത്താ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ പിന്നെ ഈ പതുക്കെ ആ പോപ്കോണിൻ്റെ ബിസിനസ്സൊക്കെ കഴിഞ്ഞു. ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുത്തു തുടങ്ങി. അങ്ങനെ ഉള്ളപ്പോൾ ഇയാളെ അറിയപ്പെടുന്ന ഫൈനാൻസ് മണി എന്നാണ്. പിന്നെ ഇതുപോലെ വേറെ ഏതാണ്ട് മണി എന്നൊക്കെയുള്ള പേരുകളൊക്കെ ഇയാളെ ഇതിനകത്തുണ്ട്. എന്തായാലും മണി ഇപ്പോൾ വലിയ ബദ്ധപ്പാടിലാവും. കാരണം ഇയാൾ പറഞ്ഞേക്കുന്നത് ഇയാൾക്ക് പോറ്റിയെ അറിഞ്ഞുകൂടെന്നാണ് അയാൾ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അയാളുടെ പടം കാണിച്ചപ്പോൾ ഇങ്ങനെ ഇയാളെ അറിഞ്ഞുകൂടാ, അയാളെ കണ്ടിട്ടില്ല. പോലീസിന് മനസ്സിലായി ഇയാൾ മുഴുവൻ കള്ളമാണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ അയാളെ നോട്ടീസ് കൊടുത്ത് വരുത്തി അയാളെ ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ ഇനി ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഏതാണ്ട് ഇത് കഴിഞ്ഞാണ് ഇയാൾ ഫിനാൻസ് അങ്ങോട്ട് അത് ആയിക്കഴിഞ്ഞു. ഫിനാൻസ് മണി അത് കഴിഞ്ഞപ്പോൾ അയാൾ റിയൽ എസ്റ്റേറ്റിലേക്ക് കയറി. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇയാളുടെ പേര് ഡയമണ്ട് മണി എന്നായി. അങ്ങനെയാണ് ഈ ഡി മണി എന്നുള്ള ഡയമണ്ട് മണി. അതിന് ദാവൂദ് മണി എന്നും ആളുകൾ പറയുന്നുണ്ട് ഇയാളെക്കുറിച്ച്. അങ്ങനെ പല പേരുകളാണ് മണി നേർത്തുള്ളത്. പക്ഷേ ഇയാൾ പറയുന്നത് ഇയാളല്ലത്, പോലീസുകാർ വന്ന് ഒരു മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റിയിൽ വന്ന് ഇയാളെ ചോദിക്കുകയാണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പക്ഷേ അത് മുഴുവൻ കള്ളത്തരമാണെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ അയാൾക്ക് നോട്ടീസ് കൊടുത്ത് തിരുവനന്തപുരത്ത് അപ്പീർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. അയാൾ വരുമെന്ന് ഉള്ള പ്രതീക്ഷ SITക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പ്രതീക്ഷ വലുതായിട്ട് വേണമെന്നില്ല. കാര്യം ഇയാൾ വരത്തൊന്നുമില്ല, അയാൾ അപ്പീർ ചെയ്തൊന്നുമില്ല. അപ്പീർ ചെയ്തില്ലെങ്കിൽ ഇനി എന്തു ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. യഥാർത്ഥത്തിൽ സെർച്ച് വാറണ്ടും വാങ്ങിക്കൊണ്ടാണ് പോലീസ് പോയതൊക്കെ എന്നുണ്ടെങ്കിൽ പോലും അവിടുന്ന് തമിഴ്നാട് പോലീസിൻ്റെ സഹായം നല്ല രീതിയിൽ കിട്ടിയില്ല ഈ കാര്യത്തിൽ. അതുകൊണ്ട് പരിശോധന പോലും പകുതി വഴിക്കൊക്കെ വെച്ച് നിർത്തി ഇവർക്ക് മടങ്ങേണ്ട ഗതികേട് വന്നു. അപ്പോൾ നോട്ടീസും കൊടുത്തിട്ടാണ് വന്നേ തിരുവനന്തപുരത്ത് അപ്പീർ ചെയ്യണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇയാൾ അപ്പീർ ചെയ്തില്ലെങ്കിൽ പിന്നെയുള്ള മാർഗമൊക്കെ ഉണ്ട്. കാരണം ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അറസ്റ്റ് വാറണ്ടോ ഒക്കെ വേണമെങ്കിൽ വാങ്ങിയെടുക്കാം. അതൊന്നും ആ വാറണ്ട് ഇല്ലെങ്കിൽ പോലും പോലീസിന് വിവരം ശരിയായിട്ടുള്ള രീതിയിൽ വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
ഇയാളെ പോയി കസ്റ്റഡിയിലെടുക്കാം. അപ്പോൾ അതിന് ഇനി തമിഴ്നാട് DGP ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വേണം അത് ചെയ്യാൻ. ഇയാൾക്ക് വളരെ ഒരു ഒരു വ്യവസായ സാമ്രാജ്യം തന്നെ അവിടെ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. വളരെ വലിയ പിടിപാടുകളുണ്ട്. അതുകൊണ്ട് ഇയാളെ പെട്ടെന്നൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഇയാൾ ഒരു വലിയ ഒരു ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ടൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. ആ രീതിയിലാണ്. ഒരു വലിയ കോടീശ്വരനാണ്. അപ്പോൾ അങ്ങനെ മാറിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഇയാളുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്ന ബന്ധം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടതാണ്. അന്വേഷണം നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അവിടുത്തെ തമിഴ്നാട് പോലീസിൻ്റെ സഹായമൊന്നും വളരെയധികം കിട്ടത്തില്ല. ആ ഒരു പ്രതീക്ഷയൊന്നും വേണ്ട. SIT ഇയാളെ കസ്റ്റഡി കിട്ടിക്കഴിഞ്ഞാലേ മാർഗമുള്ളൂ. കസ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ വിവരം കിട്ടും. കാരണം ഇയാൾ ഈ ഇതിനകത്തുള്ള ഗൂഢാലോചനയുടെയും ഒക്കെ ഭാഗത്തിൽ ഇയാളുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അന്തർദേശീയ തലത്തിലേക്ക് തന്നെ പോകും ഈ ഇടപാടുകളൊക്കെ. കാരണം ഇയാളെ മുമ്പും ഇതുപോലെ പല കേസുകളിലും ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പക്ഷേ അതൊന്നും ശരിയായുള്ള രീതിയിലൊന്നും പോയിട്ടില്ല, പല വിവരം കിട്ടിയിട്ടും. ഏതായാലും ഇനിയെങ്കിലും അത് നടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് നോക്കാം. നമുക്ക് അങ്ങനെ ഒരു ആശ്വസിക്കാം നമുക്ക്. കാരണം ഇതിനകത്ത് അയാൾക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ തലങ്ങളിലേക്ക് ഇത് പോകും. കാരണം ഒരുപാട് രൂപ ഒരു കാറ് നിറയെ പണം കൊണ്ടുവന്ന് ഇയാൾ ഇവിടെ വന്ന് അത് പണവുമായിട്ട് കേരളത്തിലേക്ക് എത്തി അത് വിതരണം നടത്തിയിട്ട് പല ഭാഗത്തും കൊടുത്തിട്ട് പോയതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഊഹാപോഹങ്ങളാണ്. ബാക്കി ആളുകളൊക്കെ ഓരോരുത്തർക്ക് ഇതിന് വിവരമൊക്കെ പോലീസിനറിയാം. ഏതായാലും ഇയാൾ പോലീസിനോട് സഹകരിക്കാൻ തയ്യാറായതേ ഇല്ല. മുഴുവനായിട്ട് പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്. ആ കള്ളം അവസാനം ഏതാണ്ട് പൊളിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ ഡയമണ്ട് മണിയെ കസ്റ്റഡിയിൽ കിട്ടി ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ബാക്കി ചുരുളുകൾ അഴിയുള്ളൂ. അതിൻ്റെ ഉള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസിന് അത് അങ്ങനെ അയാളെ കസ്റ്റഡിയിലേക്ക് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേ പറയാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള വലിയ പിടിപാടുള്ള ഒരുത്തനല്ലേ, ഇത് മുകളിലോട്ട് ഇങ്ങനെ പോകും തോറും പിടിപാടുകൾ വളരെ കൂടുതലുള്ള ആളുകളിലോട്ടാണ് പോകുന്നത്. അതാണ് പ്രശ്നം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഏതായാലും എന്തെങ്കിലും ഈ നടപ്പാവണമെന്നുണ്ടെങ്കിൽ ഇയാളെ കസ്റ്റഡി കിട്ടണം.